ഇത് ഹൈക്കോടതി വിധി വരുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ, ഈ ഫ്ലക്സൊക്കെ എവിടെയും പരസ്യമായിട്ട് ഇതിനെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു അരുചി തോന്നിയിരുന്നു. ഒരു ശരിയല്ലോ ഇത് എന്നൊരു തോന്നലുണ്ടായിരുന്നു എന്നാണല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞത്. ആ നിലപാട് എനിക്ക് ഇപ്പോഴും ഉണ്ട് സുപ്രീം കോടതി പറഞ്ഞതിന് ശേഷവും. ഇപ്പോൾ നമ്മൾ ഡാറ്റ ചോർച്ച എന്ന് അവർ വിളിക്കുന്ന ഈ വാട്സപ്പ് മെസ്സേജ് എല്ലാവർക്കും അയച്ചു എന്ന സംഗതിയിൽ ഈ മുതിർന്ന കോൺഗ്രസ്സുകാർ പറയുന്ന ഈ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായിട്ടേ ഇല്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ KSUക്കാർ അലോഷ്യസ് സേവ്യറും പിന്നെ ഇവിടുത്തെ ഒരു നേതാവുമാണല്ലോ, KSU നേതാവുമാണ് കാര്യം പറഞ്ഞത്. അത് അവരുടെ ആ പോയിന്റ് വാലിഡാണ് എന്നിപ്പോഴും ധാർമ്മികമായിട്ട് വാലിഡാണ് എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. കാരണം അന്നും ഞാനത് പറഞ്ഞിരുന്നു. ഇതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യം സുപ്രീം കോടതി പറഞ്ഞുകൊണ്ട് നമുക്കിനെ തർക്കിക്കാനില്ല. പക്ഷേ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ട് ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ അങ്ങോട്ടേക്ക് എത്തിക്കാനും അതിനെ എങ്ങനെ ജനങ്ങൾ വിലയിരുത്തുമെന്ന് കാണാനുമായിട്ട് സർക്കാരിൻ്റെ പണം മുടക്കിയിട്ട് ഇങ്ങനെ ഒരു സർവേ നടത്തുമ്പോൾ അതിനകത്തുള്ളൊരു പ്രശ്നം, അത് ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് ഇന്നൊരു ചെറിയ ഒലച്ചിൽ വരികയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സർക്കാരിൻ്റെ കൈവശമുള്ള 20 കോടി രൂപ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടാണല്ലോ ഇവർ ഈ പരിപാടി നടത്തുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിടവേ, മാസങ്ങൾ പോലുള്ള ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളായിരിക്കുന്ന സമയത്ത് മറ്റുള്ളവരെല്ലാം അവരവരുടെ പണം മുടക്കിയിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ. സർക്കാരിന് സവിശേഷ അധികാരങ്ങളുണ്ട്, കുറ്റമൊന്നും പറയാനില്ല. സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് തന്നെയാണ് ചോദിക്കുകയും ചെയ്യുന്നത്. കുറ്റം പറയാനൊന്നുമില്ല. പക്ഷേ ധാർമ്മികമായിട്ട് അവിടെ പണം മുടക്കി ഇങ്ങനെ സർവ്വ നടന്നതിൽ, ഇതിപ്പോൾ ഒരു 6 മാസം മുന്നേ ആയിരുന്നെങ്കിൽ നമുക്കിത് പറയാൻ പറ്റില്ലായിരുന്നു. ഈ സമയത്ത് പോയിട്ട് ഇത് പ്രഖ്യാപിച്ച് നടന്നതിൽ അവിടെ ഒരു ധാർമ്മിക പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നിയമപ്രശ്നമില്ല. അതിപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയല്ലോ. ധാർമ്മിക പ്രശ്നം രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ ഉണ്ടായിരിക്കെ കൃത്യസമയത്ത് ഇടപെട്ട KSUവിനെ അഭിനന്ദിക്കുക തന്നെയാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അലോഷ്യസ് സേവ്യറിനും KSU നേതാക്കൾക്കും അവർ അഭിനന്ദനം അർപ്പിക്കുമ്പോൾ തന്നെ അവർ മുതിർന്ന കോൺഗ്രസ്സുകാരെ പോലെ ചുമ്മാ പടർപ്പ് തല്ലല്ല ചെയ്യുന്നത് എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന്